തുടരെ എം എസ് ഇർഷാദ് സെക്രട്ടേറിയറ്റിലെ ആക്ഷൻ കൗൺസിൽ പ്രതി ചെയ്തുകൊണ്ട് ശ്രീ എം എസ് ഇർഷാദ്, സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം നൽകാൻ സർക്കാരിൻ്റെ പണമില്ല, എന്നാൽ എം എൽ എമാരും മന്ത്രിമാരും ഒക്കെ ശമ്പളം കൃത്യമായി വാങ്ങിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പടി കൂടി കടന്നിപ്പോൾ നിങ്ങളുടെ തന്നെ സഹപ്രവർത്തകരായ സാമ്പത്തിക ധനവകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് ഇന്ന് മന്ത്രി ഒരു സൽക്കാരമൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ബഡ്ജറ്റിന് സഹായിച്ചു എന്നതാണ് അതിൻ്റെ കാരണം. എങ്ങനെ പ്രതികരിക്കുന്നതിനോട്? ശമ്പളം സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ 5 ലക്ഷം ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയ സാഹചര്യത്തിൽ ആദ്യം ശമ്പളം അവർക്ക് എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ട് വേണം വിരുന്ന് പോലെയുള്ള സൽക്കാരങ്ങൾക്ക് സർക്കാർ മുതിരേണ്ടത് എന്നാണ് സെക്രട്ടറി ജീവനക്കാർക്ക് ബഹുമാന്യനായ ധനകാര്യ വകുപ്പ് മന്ത്രിയോടും സർക്കാരിനോടും പറയാറുള്ളത്. ഒരു അന്തസ്സോ ഉളുപ്പോ ആത്മാഭിമാനമോ ഉള്ള ഒരു സർക്കാരിന് ഭൂഷണമല്ല ഈ ജീവനക്കാരന്റെ ശമ്പളം നൽകാതെ ജീവനക്കാരന്റെ ശമ്പളത്തിനുള്ള നൽകാനുള്ള തുകയെടുത്ത് ദീപാവലി പൊളിക്കുവാനുള്ള ഒരു പരിപാടിയാണ് സർക്കാർ കാണിച്ചിരിക്കുന്നത്. ആത്മാഭിമാനമുള്ള ഒരാളും ഇതിൽ പങ്കെടുക്കരുത് എന്നാണ് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലിന് ജീവനക്കാരോടായി പറയാനുള്ളത്. ഈ പൈസ മുതൽക്കൂട്ടി ഖജനാവിലേക്ക് മുതൽക്കൂട്ടി 10 പേർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയുമെങ്കിൽ, അല്ലെങ്കിൽ 50 ജീവനക്കാരന് ശമ്പളം കൊടുക്കാൻ കഴിയുമെങ്കിൽ അതിനായിട്ട് ആ തുക മാറ്റിവെച്ചുകൊണ്ട് ജീവനക്കാരന് ശമ്പളം എത്തിക്കാനുള്ള നടപടി വേണം സ്വീകരിക്കേണ്ടത്. അല്ലാതെ ജീവനക്കാരന് ഇതിൽ സന്തോഷിക്കാൻ കഴിയില്ല. വിരുന്ന് എന്ന് പറയുന്നത്, സൽക്കാരം എന്ന് പറയുന്നത് സന്തോഷിക്കാനുള്ള അവസരമാണല്ലോ. ആഹാരം മൃഷ്ടാന്നം ഭുജിക്കുവാനുള്ള അവസരമായിട്ട് ജീവനക്കാർ ഇതിനെ കാണരുത് എന്നാണ് എനിക്ക് സെക്രട്ടേറിയറ്റിലെ ഉന്നത ഉദ്യോഗസ്ഥരോട് അഭ്യർത്ഥിക്കുവാനുള്ളത്. ഈ അഭ്യർത്ഥന അവർ കേൾക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം ഇവർക്കൊക്കെ തന്നെ, ഈ ഉന്നത ഉദ്യോഗസ്ഥർക്കൊക്കെ തന്നെ സർക്കാരിന്റെ പ്രീതി പിടിച്ചു പറ്റുവാനുള്ള ഒരു അവസരമായിട്ട്, അല്ലെങ്കിൽ അവരുടെ സൗഹൃദങ്ങൾ പുതുക്കുവാനുള്ള ഒരു അവസരമായിട്ട് ഈ അവസരത്തെ കാണുന്ന കുറച്ച് ജീവനക്കാരാണ് ഈ പങ്കെടുക്കുമെങ്കിൽ ആ ഒരു വിരുന്നിൽ പങ്കെടുക്കുന്നത്. ഒരു കാരണവശാലും ഇത്തരം ദീപാവലി വിളിക്ക് ജീവനക്കാരൻ കൂട്ടുനിൽക്കരുത്. ഇത്തരമൊരു രീതിക്ക് സർക്കാർ മുതിരരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും വളരെയധികം നന്ദി ശ്രീ ഇർഷാദ് പ്രതികരിച്ചതിന്.